India's iStar program represents a quantum leap in aerial intelligence capabilities. This advanced Dassault Falcon 10X platform, modified for the mission, is equipped with state-of-the-art നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ കണ്ണുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിശക്തമായ ഒരു പ്രൊജക്ട്, അതാണ് iStar. 10,000 കോടി രൂപയുടെ ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, റഫേൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ഫ്രഞ്ച് കമ്പനി ദസോ ഏവിയേഷന്റെ ഫാൽക്കൺ 10X. എന്താണ് ഈ iStar? എന്തിനാണ് ഇന്ത്യ ഈ വിമാനങ്ങൾക്കായി ഇത്രയും വലിയ തുക മുടക്കുന്നത്? ഈ മത്സരത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? നമുക്ക് നോക്കാം. ആദ്യം എന്താണ് iStar എന്ന് നോക്കാം. ഇന്റലിജൻസ്, സർവൈലൻസ്, ടാർഗറ്റ് അക്വിസിഷൻ, റീകോണൈസൻസ് എന്നാണ് iStarന്റെ ഫുൾ ഫോം. ലളിതമായി പറഞ്ഞാൽ ശത്രുക്കളുടെ നീക്കങ്ങൾ ഒപ്പിയെടുക്കുക, അവരുടെ റഡാറുകളെ കബളിപ്പിക്കുക, ഏത് പ്രതികൂല കാലാവസ്ഥയിലും കൃത്യമായ ടാർഗറ്റ് ലോക്ക് ചെയ്യുക. ഇത് ആകാശത്ത് പറക്കുന്ന ഒരു വലിയ കമാൻഡ് സെന്റർ തന്നെയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ യുദ്ധം ജയിക്കാനുള്ള വിവരങ്ങൾ ഈ വിമാനം രാജ്യത്തിന് നൽകും. ഹിമാലയൻ അതിർത്തിയിലായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിലായാലും ഒരു ചെറിയ അനക്കം പോലും ഇവയ്ക്ക് മിസ്സാകില്ല. ഈ പദ്ധതിക്കായി ഇന്ത്യ ആദ്യം പരിഗണിച്ചത് ഗൾഫ് സ്ട്രീം E550, ബോംബാർഡിയൻ ഗ്ലോബൽ 6500 എന്നിവയെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ദസോയുടെ ഫാൽക്കൺ 10X കൂടി വന്നതോടെ മത്സരം മുറുകി. എന്തിനാണ് ദസോ ഇത്ര ആത്മവിശ്വാസത്തോടെ വരുന്നത്? ഇന്ത്യയുമായുള്ള റഫേൽ ബന്ധം തന്നെയാണ് പ്രധാന കാരണം. എങ്കിലും ടെക്നിക്കൽ പെർഫോമൻസ്, മെയിൻ്റനൻസ് സൗകര്യം, ഭാവിയിലെ അപ്ഗ്രേഡുകൾ എന്നിവയായിരിക്കും ഇന്ത്യ തീരുമാനമെടുക്കുമ്പോൾ നോക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, വിമാനം വിദേശത്തു നിന്നാണെങ്കിലും അതിലെ തലച്ചോറ് ഇന്ത്യയുടേതു തന്നെയാണ്. അതായത് ഇതിൽ ഘടിപ്പിക്കുന്ന റഡാറുകളും സെൻസറുകളും നമ്മുടെ DRDOയും ക്യാപ്സും ചേർന്ന് വികസിപ്പിച്ചെടുക്കുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ്. ഇത് വെറും മേക്ക് ഇൻ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാശ്രയത്വമാണ്. വിദേശത്തു നിന്ന് വാങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണിൽ നമ്മുടെ സ്വന്തം സുരക്ഷാ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയാണിത്. ഇത് നമ്മുടെ വിവരങ്ങൾക്ക് വലിയ സുരക്ഷ നൽകുന്നു. ഇന്ത്യയുടെ ഈ 10,000 കോടിയുടെ പദ്ധതി ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയാണ്. ഇതിൽ ഏത് കമ്പനിയെയായിരിക്കും ഇന്ത്യ തിരഞ്ഞെടുക്കുക? റഫേൽ നൽകിയ ആത്മവിശ്വാസം ദസോയ്ക്ക് തുണയാകുമോ? അതോ ഗൾഫ് സ്ട്രീമോ ബോംബാർഡിയറോ നേടുമോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഡിഫൻസ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.